മനുഷ്യരെന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സമയം ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് നാം എല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ സമാധാനപൂർണവും ആഹ്ലാദകരവും സന്തോഷകരവുമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നാണ് നാം എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും നാം ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല. നാം ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ വരുമ്പോൾ മനുഷ്യരിൽ പലരും തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു, മനസ്സിടിഞ്ഞവരാകുന്നു, മനപ്രയാസം അനുഭവിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാത്ത 100 കൂട്ടം ആവലാതികളുമായി ജീവിക്കുന്നു. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇത്. നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന, നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ നാം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നതുമായിക്കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സാമൂഹിക ജീവിയായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല നിലപാടുകളും സമീപനങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നാം ആവിഷ്കരിക്കുന്ന പദ്ധതികളും, നാം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനങ്ങളുമെല്ലാം തന്നെ മറ്റു പലരുടെയും വികാര വിചാരങ്ങളെയും മറ്റു പലരുടെയും സന്തോഷങ്ങളെയും മറ്റു പലരുടെയും ആഗ്രഹങ്ങളെയും പരിഗണിച്ചുകൊണ്ടേ നടപ്പാക്കാനാവൂ എന്ന ഒരു പ്രതിസന്ധി എല്ലാ മനുഷ്യർക്കുമുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെട്ട ഒരു ജീവിയായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം മാത്രം ആലോചിച്ചാൽ മതി. എന്റെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചുകൊള്ളും. മറ്റാരുടെയും അഭിപ്രായ പ്രകടനങ്ങൾക്ക്, നിലപാടുകൾക്ക്, ആഗ്രഹങ്ങൾക്ക്, അഭിലാഷങ്ങൾക്ക് എന്റെ തീരുമാനത്തിന് മുമ്പിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നുവെങ്കിൽ, അങ്ങനെ തീരുമാനിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യരെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളെങ്കിലും, ചില പ്രശ്നങ്ങളിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ല. നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ സാമൂഹിക ജീവിയായതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായി അറിയപ്പെടുന്ന കുടുംബം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കുടുംബത്തെ പരിഗണിക്കാതെ, മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പരിഗണിക്കാതെ, ഭാര്യയുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കാതെ, ഭർത്താവിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ, മക്കളുടെ ചിന്തകൾ എന്തെന്നറിയാതെ ഒരു മനുഷ്യനെ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. ഈ ഒരു അവസ്ഥ സാമൂഹിക ജീവിയായതുകൊണ്ട് തന്നെ മനുഷ്യനുണ്ടാകുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിന് പകരം മറ്റനേകം ആളുകളുടെ വികാര വിചാരങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ നമ്മുടെ തീരുമാനത്തെയും സ്വാധീനിക്കേണ്ടി വരുമ്പോൾ, അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ എന്ന് വരുമ്പോൾ ചിലരെങ്കിലും ആലോചിച്ചു പോകും, നമ്മുടെ ജീവിതം തന്നെ വല്ലാത്ത ഒരു കെട്ടിക്കുടുക്കാണ് എന്ന്, ഒരു ഊരാക്കുടുക്കാണ് എന്ന്. മറ്റൊരർത്ഥത്തിൽ ഒരിക്കലും തന്നെ പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു കുടുക്കിലാണ് നാം അകപ്പെട്ടത് എന്ന്. ഭർത്താവിനെ ചിലപ്പോൾ ഭാര്യയുടെ ഇഷ്ടം പരിഗണിക്കേണ്ടി വരും. ഭാര്യയുടെ ഇഷ്ടവും ആഗ്രഹങ്ങളും കാണുമ്പോൾ ഭർത്താവിന് ചിലപ്പോൾ ഇതൊരു വല്ലാത്ത കുടുക്കായി പോയി എന്ന് തോന്നും. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. ചെറുപ്പകാലം മുതൽ തന്നെ താലോലിച്ചു വളർന്ന് ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ വിവാഹം ചെയ്യുന്നതോടുകൂടി അത്തരം പല സ്വപ്നങ്ങളും ബലികൊടുക്കേണ്ടി വരും. ഈ വിവാഹം തന്നെ
ഒരു വലിയ ചങ്ങലയായി പോയല്ലോ എന്ന് ഭാര്യ ചിന്തിക്കും. മക്കളുണ്ടായിക്കഴിഞ്ഞാല് മക്കൾക്കും മക്കളുടേതായ ചില താല്പര്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാകും. രക്ഷിതാക്കൾ ചിലത് പാടില്ലെന്ന് പറയും, ചിലതങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറയും, ചിലതിങ്ങനെ ചെയ്തേ മതിയാകൂ എന്ന് പറയും. ഈ മാതാപിതാക്കളെ കൊണ്ട് തോറ്റല്ലോ എന്ന് മക്കൾ അറിയാതെ മനസ്സിൽ പറഞ്ഞു പോകും. മാതാപിതാക്കളാകട്ടെ ഈ മക്കളുടെ ചില കളി കാണുമ്പോൾ, അവരുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അവർ ചെയ്തു കൂട്ടുന്ന പലതും കാണുമ്പോൾ ഈ മാതാപിതാക്കളും ആലോചിച്ചു പോകും, എന്തൊരു പരീക്ഷണമാണ് പടച്ചവനെ ഈ ജീവിതത്തിലെന്ന്. ഇങ്ങനെയാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരവസ്ഥയിൽ നാം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമീപിക്കും എന്നതാണ് പ്രധാനം. ഇത്തരമൊരവസ്ഥയിൽ ജീവിതത്തെ സമീപിക്കാൻ സാധിക്കാത്ത മനുഷ്യർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. കൗൺസിലിംഗ് സെന്ററുകള്, മന ചികിത്സാ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ മനുഷ്യൻ അകപ്പെടുമ്പോൾ ഈ പ്രതിസന്ധിയുടെ തന്നെ അടിസ്ഥാനപരമായ കാരണം കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് കുടുംബത്തെ പ്രശ്നവൽക്കരിച്ചവരുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു ഖുതുബയിൽ ആ കാര്യം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കുടുംബം എന്നത് മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ നാഗരികതയുടെ വികാസത്തിനിടയിൽ എപ്പോഴോ മനുഷ്യർ കണ്ടെത്തിയ ഒന്നാണ് കുടുംബമെന്നും, ആദിമകാലത്ത് പ്രാക്തന സമൂഹത്തിൽ മനുഷ്യർ കുടുംബമില്ലാതെയാണ് ജീവിച്ചതെന്നും, എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിരുന്നുവെന്നും, അങ്ങനെ സ്വതന്ത്രരായി ജീവിച്ച ആ കാലഘട്ടത്തിൽ ഒരു സുന്ദരമായ ഒരു സ്വർഗലോകത്തായിരുന്നു മനുഷ്യനുണ്ടായിരുന്നതെന്നും, പിൽക്കാലത്ത് നാഗരികതയുടെ വികാസത്തോടുകൂടിയാണ് കുടുംബം രൂപപ്പെട്ടത്. കുടുംബം രൂപപ്പെട്ടതോടുകൂടി മനുഷ്യൻ പല പ്രതിസന്ധികളും അനുഭവിച്ചു. അതുകൊണ്ട് കുടുംബമെന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ തകർക്കപ്പെടണമെന്ന് വാദിക്കുകയാണ് പ്രസിദ്ധയായ ഒരു ഫ്രഞ്ച് നോവലിസ്റ്റും സ്ത്രീവാദിയുമായിരുന്ന സൈമൺ ഡി ബോവേർ. അവർ എഴുതുന്നുണ്ട്, കുടുംബമെന്ന മിഥ്യ, മാതൃത്വം എന്ന മിഥ്യ, മാതൃപ്രേരണ എന്ന മിഥ്യ, ഇവ നശിപ്പിക്കാത്ത കാലത്തോളം സ്ത്രീ അടിമയായി തുടരും. അവരുടെ ദൃഷ്ടിയിൽ സ്ത്രീകൾ അടിമകളാണ്. കാരണം വിവാഹം കഴിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു പലരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരായിത്തീരുന്നു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് സിമോൺ ഡി ബോവേർ അവരെഴുതുന്നത്, മാതൃത്വം എന്ന് പറയുന്ന മിഥ്യ, കുടുംബം എന്ന് പറയുന്ന മിഥ്യ, മാതൃപ്രേരണ എന്ന് പറയുന്ന മിഥ്യ, ഇതൊക്കെ മിഥ്യയാണ്, ഇതൊക്കെ ആരോ സൃഷ്ടിച്ചു വെച്ചതാണ്. ഇത് തകരാത്ത കാലത്തോളം സ്ത്രീകൾ രക്ഷപ്പെടുകയില്ല എന്ന് ഈ ഫ്രഞ്ച് സ്ത്രീവാദിക്ക് എഴുതേണ്ടി വന്നത് കുടുംബത്തെ ഇങ്ങനെ സമീപിച്ചത് കൊണ്ടാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്, കുടുംബം പിൽക്കാലത്തുണ്ടായ നാഗരികതയുടെ വികാസത്തെ തുടർന്നുണ്ടായ ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കിയ എംഗൽസ് പറയുന്നുണ്ട്, സ്ത്രീ വിമോചനത്തിനുള്ള പ്രഥമ നിബന്ധന അവളെ പൊതുപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇതിനർത്ഥം സാമൂഹിക സാമ്പത്തിക ഘടകമെന്ന നിലക്കുള്ള ഒറ്റപ്പെട്ട കുടുംബത്തെ ഇല്ലാതാക്കുക എന്നതാകുന്നു. കുടുംബത്തെ ഇല്ലാതാക്കുന്നതോടുകൂടി സ്ത്രീകൾ മോചിതരാകുമെന്ന മറ്റൊരു തെറ്റായ വർത്തമാനമാണ് എംഗൽസ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കുടുംബം ഒരു ചങ്ങലയാണ് എന്നും, വിവാഹം തന്നെ ഒരു വലിയ ബന്ധനമാണ് എന്നും, മക്കളും മാതാപിതാക്കളുമൊക്കെ നമ്മുടെ വഴിമുടക്കികളാണ് എന്നുമൊക്കെയുള്ള വിശ്വാസം, ഇതാണ് പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും വെച്ചു പുലർത്തിയ വിശ്വാസം. ഈ വിശ്വാസത്തെ നിരാകരിച്ചുകൊണ്ട് മനുഷ്യൻ ആദിമ ലോകത്ത് തന്നെ ആദിമപിതാവായ ആദമും ഹവ്വയും സ്വർഗലോകത്ത് ഇണകളായി സൃഷ്ടിക്കപ്പെട്ടു എന്നും, വഖുൽനായ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വഖുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ എന്ന് വിശുദ്ധ ഖുർആനിക വചനം പ്രഖ്യാപിക്കുന്നത് പോലെ ഇണകളായി സൃഷ്ടിക്കപ്പെട്ട രണ്ടാളോടും ഈ സ്വർഗലോകത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടു എന്നുമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. അള്ളാഹുവിന്റെ അപാരമായ ആയത്തുകളിൽപ്പെട്ടതാണ്
ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നിങ്ങളുടെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നതും ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് ശാന്തി കണ്ടെത്താൻ വേണ്ടിയെന്നും വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, മവദ്ദത്തും റഹ്മത്തും നിങ്ങൾക്കിടയിൽ അവൻ നിക്ഷേപിച്ചു എന്നതും അള്ളാഹുവിന്റെ ആയത്തുകളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഇതിനെ നിരാകരിച്ചുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ, കുടുംബം എന്ന ഒരു സ്ഥാപനത്തെ തന്നെ തകർത്തുകൊണ്ടാണ് മനുഷ്യൻ വിമോചനം പ്രാപിക്കുക എന്ന് പറയുന്നതിന് പകരം ഈ കുടുംബത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇസ്ലാം പരിശോധിക്കുന്നത്. ലോകപ്രശസ്തനായ ഇസ്ലാമിക ചിന്തകൻ അലി ഇസ്സത്ത് ബെഗോവിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത് മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം എഴുതുന്നുണ്ട്. കുടുംബത്തെ കണ്ണിച്ചേർക്കുന്നത് സ്നേഹവും വികാരവുമാണ്, എന്നാൽ സാമൂഹിക ബന്ധങ്ങളെ ചേർക്കുന്നത് താല്പര്യങ്ങളും ദിഷ്ണയുമാണ് എന്നാണ് ബെഗോവിച്ച് എഴുതുന്നത്. മറ്റൊരു ഭാഷയിൽ സാമൂഹിക ബന്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സാമൂഹിക ജീവി എന്ന അർത്ഥത്തില് നമ്മൾ ഒരുപാട് സംവിധാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഭാഗമാണ്. നമ്മളൊരു പക്ഷേ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ ഭാഗമായിരിക്കാം, ഒരു ബിസിനസ് ഗ്രൂപ്പിലെ അംഗമായിരിക്കാം. 4 ആള് പാർട്ട്ണർമാരായിക്കൊണ്ടൊരു കച്ചവടം തുടങ്ങുമ്പോൾ ആ കച്ചവട ബന്ധത്തെ, 4 വ്യക്തികൾ തമ്മിലുള്ള ഒരു കച്ചവട ബന്ധത്തെ നിർണയിക്കുന്നത് താല്പര്യമാണ്. അടിസ്ഥാനപരമായി അവർക്ക് കച്ചവട താല്പര്യങ്ങളുണ്ട്. ലാഭമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് 4 ആള് അല്ലെങ്കിൽ 6 ആള് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് ആയിക്കൊണ്ടൊരു കച്ചവടം ആരംഭിക്കുന്നത്, പാർട്ട്നേഴ്സ് ആയിക്കൊണ്ടൊരു കച്ചവടം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു കച്ചവടത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ നിർണയിക്കുന്നത് അവരുടെ താല്പര്യമാണ്. നമ്മളൊരു ഓഫീസിൽ പണിയെടുക്കുന്നു, ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസിൽ ഒരു അധിപനുണ്ടാകും, ബോസ് ഉണ്ടാകും. ഒരുപാട് വ്യത്യസ്തങ്ങളായ ജോലികൾ നിർവഹിക്കുന്ന വ്യത്യസ്തനായ ആളുകൾ ഉണ്ടാകും. ഈ വ്യത്യസ്തനായ ആളുകളെ തമ്മിലുള്ള ബന്ധത്തെ നിർണയിക്കുന്നത് നമുക്ക് ചില താല്പര്യങ്ങളുള്ളത് കൊണ്ടാണ് നാം അത് ഓഫീസിന്റെ ഭാഗമായി തീരുന്നത്. ഈ ഭൂമിയിൽ ഇവിടെ ജീവിക്കണം, ജീവിക്കാൻ ശമ്പളം വേണം, അല്ലെങ്കിൽ പൈസ വേണം. അതുകൊണ്ട് ഒരു ഓഫീസിൽ നാം പണിയെടുക്കുകയാണ്. ഓഫീസിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവന്റെ ജോലി കൊണ്ട് സാധിക്കുന്നില്ല എന്ന് വന്നാൽ, അവന്റെ ജോലി ചെയ്യുന്ന ആ ജോലി, അവന്റെ വർക്ക് പ്ലേസ് അവന്റെ വികാരങ്ങളെയും അവന്റെ മാനുഷികമായ മറ്റനേകം ഘടകങ്ങളെയും പരിഗണിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് അയാൾക്ക് വേണമെങ്കിൽ ആ സാമൂഹിക ബന്ധം അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് തൊഴിൽ തേടി പോകാം. കാരണം അത് സൗകര്യമാണ്. മനുഷ്യന്റെ ദിഷണയും അതുപോലെ തന്നെ താല്പര്യങ്ങളുമാണ് സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നത്. നമുക്കൊരു പക്ഷേ ചിലപ്പോൾ നമുക്ക് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടാകും, കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ഒരു ക്ലബ്ബ് ഉണ്ടാകും. അതല്ലെങ്കിൽ സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഇങ്ങനെ എന്ത് കൂട്ടായ്മ എടുത്തു നോക്കിയാലും ആ കൂട്ടായ്മയിൽ പല ആളുകളെയും യോജിപ്പിച്ച് നിർത്തുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം വ്യക്തികൾക്കിടയിലുള്ള ബുദ്ധിപരമായ ഒരു പ്രത്യേകമായ വേവ് ലെങ്തിലുള്ള ആളുകളായിരിക്കും ഈ കൂട്ടായ്മകളിലൊക്കെ ഉണ്ടാവുക, ഒന്നാമതായി. അതോടൊപ്പം തന്നെ അവർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ കുടുംബത്തിന്റെ പ്രത്യേകത, കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നത്, അതിനെ കണ്ണിച്ചേർക്കുന്നത്, അതിലുള്ള വ്യക്തികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നേഹവും വികാരവുമാണ്. സ്നേഹവും വികാരവും, ആ സ്നേഹത്തെയും വികാരത്തെയും നമുക്ക് ദിഷണ കൊണ്ടും അതുപോലെ തന്നെ താല്പര്യങ്ങൾ കൊണ്ടും അളന്നു മനസ്സിലാക്കാൻ സാധ്യമല്ല. സ്നേഹവും വികാരവും എന്ന് പറഞ്ഞാല് അത് മനുഷ്യന്റെ ഇമോഷണൽ തലവുമായാണ് അതിന് ബന്ധമുള്ളത്. മനുഷ്യന്റെ വൈകാരികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണത്. സ്നേഹവും വികാരവുമാണ് കുടുംബ ബന്ധത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ബെഗോവിച്ച് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കുന്നത്, കുടുംബ ബന്ധത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നാൽ, കച്ചവടത്തിൽ നഷ്ടം വരുമ്പോൾ ഒരാൾക്ക്, ഒരു പാർട്ട്ണർക്ക് ഞാൻ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ പറ്റും.
അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർക്ക് അയാളുടെ ഷെയർ നഷ്ടം വന്നാലും ആ ഷെയർ വിൽക്കാൻ പറ്റും. കാരണം വളരെ എളുപ്പത്തിൽ അത് സാധിക്കും. ആരും അയാളെ തടഞ്ഞു നിർത്താൻ പോകുന്നില്ല. കാരണം അയാള് ഒരു കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ താല്പര്യം അയാൾക്ക് ലാഭമുണ്ടാക്കണമെന്നാണ്. ലാഭം കുറയുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഷെയർ വാല്യൂ കുറഞ്ഞിട്ടാണെങ്കിലും അത് വിൽക്കാൻ അയാൾക്ക് പറ്റും. അങ്ങനെ വിൽക്കുമ്പോൾ ആരും അയാളെ തടയാനുണ്ടാവുകയില്ല. അത് മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ വികാരം കൊണ്ടും സ്നേഹം കൊണ്ടും നിലനിൽക്കുന്ന ഒരു ബന്ധം അങ്ങനെയല്ല. വികാരം കൊണ്ടും സ്നേഹം കൊണ്ടും നിലനിൽക്കുന്ന ഒരു ബന്ധം അത് തകരാതെ, അത് പൊട്ടാതെ, അത് വിള്ളലില്ലാതെ എങ്ങനെ പരമാവധി എങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുമെന്നാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തമാണ്. നിങ്ങൾക്കിടയിൽ അവൻ ഇണകളെ ഉണ്ടാക്കി തന്നു, നിങ്ങളുടെ ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്നതും വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കി എന്നതും അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മവദ്ദത്തില്ലെങ്കിൽ, മവദ്ദത്തി എന്ന് പറഞ്ഞാൽ പ്രണയം എന്നാണ് അർത്ഥം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് അർത്ഥം. പ്രണയവും കാരുണ്യവും ഒരു മനുഷ്യനില്ലെങ്കിൽ ആ മനുഷ്യനെ കുടുംബ ബന്ധം നിലനിർത്താൻ സാധ്യമല്ല. പ്രണയം, കാരുണ്യം എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു തന്നിരിക്കുകയാണ്. പ്രണയവും സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും, ഇത് രണ്ട് സ്വഭാവത്തിലാണ് മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം പ്രവർത്തിക്കുന്നത് പോലെയല്ല കാരുണ്യം പ്രവർത്തിക്കുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ ആർദ്രമായ ഒരു മനസ്സോടുകൂടി നമുക്ക് മറ്റൊരു മനുഷ്യനെ സമീപിക്കാനുള്ള കഴിവാണ് കാരുണ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പോഴും കടുത്ത നിലപാടുകളുമായി, പരുഷ ഹൃദയവുമായി കൊണ്ട്, കഠിന മനസ്സുമായി കൊണ്ട് മനുഷ്യരെ സമീപിക്കുന്നതിന് പകരം മനുഷ്യരെ പരിഗണിച്ചും താലോലിച്ചും വാത്സല്യത്തോടുകൂടിയും ആർദ്രമായ മനസ്സോടുകൂടി മനുഷ്യരെ സമീപിക്കാൻ മനുഷ്യന് സാധിക്കുന്നത് മനുഷ്യന് കാരുണ്യം എന്ന് പറയുന്ന വികാരമുള്ളത് കൊണ്ടാണ്. കാരുണ്യവും സ്നേഹവുമാണ് മനുഷ്യബന്ധങ്ങളെ, കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ കാരുണ്യവും അതുപോലെ തന്നെ ഈ കാരുണ്യവും പ്രണയവും മനുഷ്യനിലുള്ളത് കൊണ്ട് കുടുംബ ബന്ധത്തിൽ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായാലും, നമുക്ക് ചില പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാലും, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നാലും മനുഷ്യർക്ക് സെക്കൻഡ് സമാധാനം, ശാന്തി അതിലൂടെ ലഭിക്കുമെന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇസ്ലാം കുടുംബത്തെക്കുറിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗം തന്നെ, കുടുംബ ബന്ധത്തിന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം അർഹാം എന്നാണ്. റഹിം എന്ന പദത്തിൽ നിന്നാണ്, അതിന്റെ ബഹുവചനമാണ് അർഹാം. റഹിം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഗർഭപാത്രത്തിൽ നിന്നാണ് അർഹാം, കുടുംബ ബന്ധം എന്ന് പറയുന്ന പദം ഇസ്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗർഭപാത്രം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെ കുറിക്കുന്ന ഈ പദത്തിൽ നിന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ അതിവിശിഷ്ട നാമമായ റഹ്മാൻ, കാരുണ്യം, ആർദ്രത എന്നർത്ഥമുള്ള റഹ്മാൻ എന്ന് പറയുന്ന പദവും നിഷ്പദിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. റസൂൽ പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായി, ഖാല അല്ലാഹു അസ്സ വജല്ല, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസ് എന്ന അർത്ഥത്തിലാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പ്രവാചകൻ പറയുന്നു, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപവാനും മഹോന്നതനുമായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, വ അന ഖലഖ്തുർ റഹീം, ഞാൻ ഗർഭപാത്രത്തെ സൃഷ്ടിച്ചു, വസ്തഖത്തു ലഹാ ബിനിസ്മി, അങ്ങനെ സൃഷ്ടിക്കുക മാത്രമല്ല എന്റെ പേരിൽ നിന്ന് തന്നെ
അതിനെ ഞാൻ എന്റെ പേരിൽ നിന്ന് തന്നെ അതിന് പേര് നൽകുകയും ചെയ്തു. ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ബതത്തുഹു. ഞാൻ അല്ലാഹുവാണ്, ഞാൻ റഹ്മാനാണ്, ഞാൻ കുടുംബ ബന്ധങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്റെ പേരിൽ നിന്ന് തന്നെയുള്ള ഒരു പേര് അതിന് നൽകുകയും ചെയ്തിരിക്കുന്നു. ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ബതത്തുഹു. ആരെങ്കിലും അതിനെ ചേർക്കുകയാണ് എങ്കിൽ ഞാനും അവനോടൊപ്പം, ഞാനും അവനിൽ ചേരും. ആരെങ്കിലും അതിനെ വിച്ഛേദിക്കുകയാണ് എങ്കിൽ ഞാനും അവരിലുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമെന്ന അർത്ഥത്തിലാണ് ഈ ഹദീസ് വന്നിരിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എന്നത് അല്ലാഹുവിന്റെ നാമമാണ് എന്ന് പറയുകയും റഹ്മാൻ എന്ന ആ ഇസ്മിൽ നിന്ന് തന്നെ റഹീം എന്ന് പറയുന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിരിക്കുന്നുവെന്നും അതിന് ഗർഭപാത്രത്തിനും കുടുംബ ബന്ധത്തിനും ആ പദം തന്നെ നൽകിയിരിക്കുന്നു എന്നും പറയുമ്പോൾ കുടുംബ ബന്ധത്തെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരടിസ്ഥാനം റഹ്മത്ത് എന്ന് പറയുന്ന ഒരു വികാരമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നുണ്ട്, അർ-റഹീം എന്ന് പറഞ്ഞാൽ അത് ഷജ്നത്തും മിനർ റഹ്മാൻ, അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് റഹീം എന്ന് പറയുന്ന പദമുണ്ടായിരിക്കുന്നത്. മൻ യസ്ലുഹാ യസ്ലുഹു വമൻ യഖ്തഉഹാ യഖ്തഉഹു. ആരെങ്കിലും അതിനെ ചേർക്കുകയാണ് എങ്കിൽ അവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ചേരും. ആരെങ്കിലും അതിനെ വിച്ഛേദിക്കുകയാണ് എങ്കിൽ അവരിൽ നിന്ന് അല്ലാഹുവും അവരിൽ നിന്ന് അകലുമെന്ന അർത്ഥത്തിലാണ് ഈ ഹദീസ് പ്രയോഗിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലഹാ ലിസാനുൻ തൽഖുൻ സൽഖുൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഈ കുടുംബ ബന്ധത്തിന് അതിന് വാചാലതയുള്ള സ്വതന്ത്രമായി സംസാരിക്കുന്ന ഒരു നാവുണ്ടാകും. കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ ഓരോ മനുഷ്യരും സ്വീകരിച്ച നിലപാടുകൾ അന്ത്യനാളിൽ ചോദിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുമെന്നാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ തിയറിയല്ലേ? യാഥാർത്ഥ്യം അങ്ങനെയാണോ? മനുഷ്യർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. മനുഷ്യരുടെ പ്രത്യേകത, മനുഷ്യർ വികാര വിചാരങ്ങളുള്ള വ്യത്യസ്ത അഭിലാഷങ്ങളും ചിന്തകളുമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. വ്യത്യസ്ത അഭിലാഷങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളുമുള്ള ആളുകൾ ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർക്കിടയിലെ ഭിന്നതകളും അതുപോലെ തന്നെ വിയോജിപ്പുകളും വ്യത്യസ്തമായ നിലപാടുകളും രൂപപ്പെടും. അങ്ങനെയുള്ള നിലപാടുകൾ രൂപപ്പെടുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്നതാണ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട നിലപാട്. പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, സാധാരണഗതിയിലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നമ്മോട് പറയും ജീവിതം ജയിക്കാനുള്ളതാണ്, എപ്പോഴും ജയിച്ചേ മതിയാകും, ഒരിക്കലും തന്നെ ആർക്കും തോറ്റുകൊടുക്കരുത്. ശരിയായിരിക്കാം, ജീവിതത്തിൽ നിങ്ങൾ ജയിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കണം. പക്ഷേ കുടുംബജീവിതത്തിൽ മാതാപിതാക്കളും ഭാര്യവും ഭർത്താവുമൊക്കെ മക്കളുമൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ഘടനയിൽ മനുഷ്യനെ വളരെ പ്രധാനമായി ഉണ്ടാകേണ്ട ഒന്ന്, ജീവിതം എപ്പോഴും ജയിക്കാനുള്ളതല്ല, ചിലപ്പോഴെങ്കിലും തോറ്റുകൊടുക്കാനുള്ളതാണ് എന്ന മനോഭാവമാണ്. ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ മനുഷ്യർ സന്നദ്ധമാകുമ്പോഴാണ് കുടുംബജീവിതം പൊട്ടാതെ, അത് തകരാതെ, തകർന്നുടയാതെ കുടുംബജീവിതം നിലനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സന്ദർഭങ്ങളിലൊക്കെ അഫൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതം ഭദ്രമാകണമെങ്കിൽ സത്യവിശ്വാസികൾ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സബ്റും അഫ്വും. സബ്ർ എന്ന് പറഞ്ഞാല് എന്റെ ഭാഗത്താണ് ശരി എന്ന് ബോധ്യപ്പെട്ടിരിക്കെ തന്നെ ആ ശരി നമ്മുടെ ഭാഗത്താണ് എന്ന് ഉറച്ച് ബോധ്യമുണ്ടായിരിക്കെ തന്നെ ചിലപ്പോൾ സാഹചര്യത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സ്വീകരിക്കുന്ന സഹനത്തിനും സബ്ർ എന്ന് പറയും. അഫ്വ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരാശയമാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ
ഒരടയാളം പോലും ഇല്ലാത്ത വിധം കാര്യങ്ങൾ മായ്ച്ചു കളയുന്നതിനാണ് അഫ്വ് എന്ന് പറയുക. പല സന്ദർഭങ്ങളിലും ഇവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ഒരാൾ യാത്രയാകുമ്പോഴേ ആ യാത്രക്കാരന്റെ കാൽപാദങ്ങൾ മരുഭൂമിയിൽ ചില അടയാളങ്ങൾ ഉണ്ടാക്കും. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചു വീശിയാല് ആ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ പോലും മരുഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകും. ഇതുപോലെ ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ പെരുമാറലാണ് അഫുവിന്റെ അടിസ്ഥാനത്തിലുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മോട് പലതും ചെയ്യുന്നുണ്ടാകും. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലെ മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച ചില അസുഖകരമായ ഓർമ്മകൾ ഉണ്ടാകും. ചെറുപ്പകാലം മുതൽ തന്നെ മാതാപിതാക്കളെ മക്കളോട് പെരുമാറിയപ്പോൾ ചിലപ്പോഴൊക്കെ പെരുമാറ്റത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കർശനമായ സ്വഭാവത്തിൽ പെരുമാറിയിട്ടുണ്ടാകും. ഉദ്ദേശിച്ച കോഴ്സുകൾ പഠിക്കാൻ ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവുകയില്ല. വളർന്നു വരുമ്പോഴേ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലിക്ക് പകരം ഇന്ന് ജോലി ചെയ്താൽ മതിയെന്ന് നിർബന്ധിച്ചിട്ടുണ്ടാകും. നമുക്ക് ആഗ്രഹമില്ലാതെയും നമ്മൾ ആഗ്രഹിക്കാതെയും ചില കാര്യങ്ങളൊക്കെ നമ്മോട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. കാരണം ഓരോരുത്തരും ചിന്തിക്കുന്നത് അവരവരുടെ പെർസ്പെക്റ്റീവിലാണ്. അങ്ങനെ ചിന്തിച്ച ഒരു മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ മുഴുവനും തന്നെ മക്കൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയും അതൊക്കെ ഡയറി എഴുതി വെച്ചിട്ട് എന്റെ പിതാവ് 1983 എന്നോട് ഇങ്ങനെ പറഞ്ഞു, 85 ഇങ്ങനെ പറഞ്ഞു, 90 ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ തീരുമാനിച്ചാല് സ്വന്തം പിതാവിനെ ഒരിക്കലും ആർദ്രമായ മനസ്സോടുകൂടി സമീപിക്കാൻ അത്തരം മക്കൾക്ക് സാധ്യമല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കയർത്തുകൊണ്ട് സംസാരിക്കും, ചിലപ്പോൾ സൗമ്യതയായിക്കൊണ്ട് സംസാരിക്കും. ചില ആളുകളുടെ പ്രകൃതം തന്നെയാണ് അവരുടെ വർത്തമാനങ്ങൾ ചിലപ്പോൾ ഒച്ചത്തിലായിരിക്കും, ചിലപ്പോൾ പതുക്കിയൊന്നും കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അടുത്തവരോട് പറയുമ്പോൾ നാട്ടുകാരോടൊക്കെ വളരെ പതുക്കെയും വളരെ മൃദുമായ ഭാഷയിൽ വളരെ മൃദു സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകൾ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അട്ടഹസിച്ചായിരിക്കും പെരുമാറുന്നത്. ഇതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ തെറ്റിപ്പോകും, സ്ഖലിതങ്ങൾ ഉണ്ടാകും, ചില പിഴവുകൾ ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യനിങ്ങനെ ഓർമ്മിച്ചു വെച്ചിട്ട് ഇതിനൊക്കെ കണക്ക് തീർക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാവുകയില്ല. ഇവിടെയാണ് അഫ്വും സബറും പ്രസക്തമായി തീരുന്നത്. ഒരാൾ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ട് തന്നെയില്ല എന്ന ബോധത്തോടുകൂടി, ഒരാൾ അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് തന്നെയില്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ മനുഷ്യർക്ക് സാധിക്കണം. മാതാപിതാക്കൾ നമ്മോട് എങ്ങനെ സംസാരിച്ചു, നമ്മോട് എങ്ങനെ പെരുമാറി, പിതാവ് എനിക്ക് നൽകിയ കർശനമായ നിർദ്ദേശങ്ങൾ, ഇതൊന്നും ഒരു മനുഷ്യനെ 10-25 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ അയാളും ഒരു കുടുംബമായി ജീവിക്കാൻ ആരംഭിച്ചു, ഇതൊന്നും മനുഷ്യൻ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. മക്കൾ നമ്മോടെങ്ങനെ പെരുമാറി, ചിലപ്പോൾ മാതാപിതാക്കൾ പറയുന്ന പല കൽപ്പനകളും മക്കൾ ധിക്കരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ധിക്കരിച്ചിട്ട് ചിലപ്പോഴേ മക്കൾ പല നഷ്ടത്തിലും പെട്ടിട്ടുണ്ടാകാം. ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ ദിവസവും പറയാൻ തീരുമാനിച്ചാല് കുടുംബ ബന്ധം എപ്പോഴും ശിഥിലമായിട്ടേ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള സംസാരത്തിലും ഇടപാടുകളിലുമൊക്കെ ഉണ്ടായ ഇതുപോലെയുള്ള വർത്തമാനങ്ങളെ എപ്പോഴും സംസാരിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ജീവിക്കുന്നതിന് പകരം ചിലപ്പോഴെങ്കിലും മറന്നേക്കുക, മറതിയും അങ്ങനെ മറന്നുകൊണ്ട് തോറ്റുകൊടുക്കുക, മറന്നേക്കുക. പല കാര്യങ്ങളും ഓർമ്മിച്ചു വെച്ചാലാണ് വിജയമെന്ന് പറയുന്നവരുണ്ടാകും. എല്ലാം ഓർമ്മിച്ചു വെച്ചോ, പക്ഷെ ഇതുപോലെയുള്ള അസുഖകരമായ അനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ ഓർമ്മിച്ചു വെക്കാതെ കാറ്റടിച്ചപ്പോഴേ ആ മണലിൽ പതിഞ്ഞ കാലടിയാളങ്ങൾ മാഞ്ഞുപോയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച പല മുറിവുകളും ഒരു ചെറിയ കാറ്റടിച്ചപ്പോൾ മാഞ്ഞു പോകുന്നൊരവസ്ഥ മനുഷ്യനുണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കൊണ്ട് മനുഷ്യൻ തോറ്റുകൊടുക്കാൻ, ചിലപ്പോഴെങ്കിലും താഴ്ന്നു കൊടുക്കാൻ, ചിലപ്പോഴെങ്കിലും എന്റെ ഭാഗത്താണ് ശരിയെന്നുറപ്പുണ്ടെങ്കിലും കുടുംബത്തിന്റെയും മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒക്കെ വിചാരങ്ങൾ പരിഗണിച്ചുകൊണ്ട് എന്റെ നിലപാട് ഞാൻ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റുകൊടുക്കാൻ മനുഷ്യൻ സന്നദ്ധമാകണം. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടുംബജീവിതത്തിൽ തോറ്റുകൊടുക്കുക എന്നതും മറന്നേക്കുക എന്നതും ഒരു വലിയ സ്വഭാവമായി കൊണ്ടു നടക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെയുള്ള ദാർശനികന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ, കുടുംബം എന്ന് പറയുന്ന മിഥ്യയും മാതൃത്വം എന്ന് പറയുന്ന മിഥ്യയും മാതൃപ്രേരണ
എന്ന് പറയുന്ന മിഥ്യവുമൊക്കെ തകർത്തുകൊണ്ടല്ല, അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യനെ ഒരു പരിധിവരെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരവും ആഹ്ലാദകരവുമായ ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ.